അങ്കമാൾ എന്ന സിനിമയുടെ ഏറ്റവും വലിയ ശക്തിയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത്. മക്ബൂൽ ആദ്യമായിട്ട് തമിഴിൽ ചെയ്യുന്നു. മക്ബൂലിൻ്റെ കഴിഞ്ഞു പോയ ഹിറ്റുകൾ ഈ ഒരു തമിഴിലേക്ക് വരുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു പ്രചോദനമായിട്ടുണ്ടാകും. പക്ഷേ ഇതൊന്നുമല്ല, മക്ബൂൽ ഇതുവരെ ചെയ്തതോ പാടിയതോ ഒന്നുമല്ല. എന്താ സത്യത്തിൽ സംഭവിച്ചത്? എന്താണ് ഇത്രയും ഒരു 80s അല്ലെങ്കിൽ തമിഴിൻ്റെ ആ പഴയ ഗ്രാമ പശ്ചാത്തലത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ 2026 ഒരു സിനിമയ്ക്ക് കഴിയുമെന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് ഇൻ ദ സെൻസ് ഇപ്പോൾ 80s എന്ന് പറഞ്ഞാൽ നമ്മൾ 80s കിഡ്സ് ആണ്, 90s കിഡ്സ് ഒന്നുമല്ല. പ്രോപ്പർ ലാസ്റ്റ് 80s ആണ്. പക്ഷെ നമ്മുടെ ചെറുപ്പം 90s ആണ്. തീർച്ചയായിട്ടും റോജയൊക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അപ്പോഴും രാജാ സാർ ചിന്നത്തമ്പിയൊക്കെ കേട്ട് വളർന്ന ഒരു പശ്ചാത്തലത്തിലാണ്. ഫാമിലി ഭയങ്കരമായിട്ട് തമിഴ് ഇഷ്ടമുള്ള ഫാമിലി ആയതുകൊണ്ട് തമിഴ് സിനിമകളും കമലഹാസനാണ് എൻ്റെ വീട്ടിൽ ഇപ്പോഴും സൂപ്പർ സ്റ്റാർ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് മമ്മൂക്കായും ലാലേട്ടനും. സോ എൻ്റെ വീട്ടിൽ കമൽ സാറാണ് സൂപ്പർ സ്റ്റാർ. അപ്പോൾ ആരെടുത്തു അതിലും മുകളിൽ പിന്നെ പ്രേം നസീർ സാറാണ്. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ കമൽ സാറാണ്, ബാക്കി എല്ലാവരും ഉള്ളൂ. അത്രയേറെ കമൽ ആരാധകർ, തമിഴിനോട് ഇഷ്ടം കമൽ ആരാധകരാണ്. ഇപ്പോൾ നോ കോംപ്രമൈസ് കമൽ ആരാധകരാണ്. അപ്പം തീർച്ചയായിട്ടും മമ്മൂക്കായും മോഹൻലാലും അത് ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയിലും അങ്ങനെയാണല്ലോ. അങ്ങനെ മോൾഡ് ചെയ്യപ്പെട്ടോണ്ടായിരിക്കാം. ഞാൻ ജനിക്കുമ്പോൾ ഏത് വർഷമാണെന്ന് വെച്ചാൽ തനിയാവർത്തനം ഇറങ്ങിയ വർഷമാണ് ഞാൻ ജനിച്ചതെന്നാണ് ഞാൻ പറയാറ്. അപ്പോൾ നമുക്ക് സിനിമയോടുള്ള ഇഷ്ടം, അന്നത്തെ സൗണ്ടിങ് ഡയറക്ടർ ഇൻസിസ്റ്റ് ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു പാട്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അത് തന്നെ അങ്ങനെ തന്നെ വേണം എന്ന് ഷടിച്ചതുകൊണ്ടും അങ്ങനെ ആക്കിയെടുക്കാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തണ്ടേ. നമ്മൾ അതല്ലേ കേട്ട് വളർന്നത്. അപ്പോൾ കോപ്പി ചെയ്യാണ്ട് ബട്ട് ആ സൗണ്ട്സ്കേപ്പിനോടും ആ ലാൻഡ്സ്കേപ്പിനോടും അവിടുത്തെ ക്യാരക്ടേഴ്സിനോടും നീതി പുലർത്തുന്ന രീതിയിലൊരു സംഗീതം ചെയ്യണം എന്നുള്ളത്, ആ വിഷ്വൽ അത് അർഹിക്കുന്നു, ആ കഥ അത് അർഹിക്കുന്നു. നമുക്ക് അതിൻ്റെ മുകളിലോ അതിൻ്റെ താഴെയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനോട് ചേർന്ന് നിന്നുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്കമാളില് അതിൽ ചിത്ര ചേച്ചിയെ കൊണ്ട് പാടിക്കുക എന്ന് പറയുന്നത് അത് മക്ബൂലിനെ സംബന്ധിച്ച് ഒരു വലിയ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും എന്നെ നല്ല ആരെ സംബന്ധിച്ചും അത് ഭാഗ്യമാണ്. അത് പാടിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കുറെ കൂടി അത് വലിയൊരു ഭാഗ്യമാണെന്ന് മനസ്സിലാവുന്നത്. കാരണം 80s അല്ലെങ്കിൽ തമിഴിൻ്റെ ഏറ്റവും മനോഹരമായ പാട്ടുകൾ ഏറ്റവും മുൻനിര മ്യൂസിഷ്യന്മാരുടെ കൂടെ പാടി ഇന്ന് മക്ബൂലിന്റെ കൂടെ പാടാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതാണ് അതിനകത്തുള്ളൊരു ഭംഗി. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വലിയ സംഗീത സംവിധായകരും ഭയങ്കര നോളജ് ഉള്ളവരും അതിനെക്കുറിച്ച് ആധികാരികമായി വളരെയധികം അറിയാമെന്നുള്ളവരുമാണ്. ഞാൻ അങ്ങനത്തെ ഒരു മ്യൂസീഷ്യൻ അല്ല. അപ്പോൾ ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. ഞാൻ എന്തോ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനം ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒരാളാണ്. ബേസിക്കലി ഞാൻ ട്രെയിൻഡ് അല്ല. അപ്പോൾ ഞാൻ പാടുന്നതാണെങ്കിലും ഞാൻ എഴുതിയതാണെങ്കിലും ഞാൻ സംഗീതം ചെയ്തതാണെങ്കിലും ഒക്കെ എൻ്റെ ഇഷ്ടപ്പുറത്ത് എനിക്ക് ഒരുപാട് ഗുരുക്കന്മാർ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നുവരെ കേട്ട എല്ലാ സംഗീതജ്ഞർക്കും എൻ്റെ തൊഴുകൈ, നമസ്കാരം, നന്ദി. അവരെല്ലാം എൻ്റെ ഗുരുക്കന്മാരാണ്. എനിക്ക് മുമ്പ് വന്നിട്ടുള്ള എല്ലാവരും ഗുരുക്കന്മാരാണ്. അപ്പോൾ അവരുടെ നിന്നൊക്കെ എന്തൊക്കെയോ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, എങ്ങനെ ആയിരിക്കണം. മക്ബൂലെ ആർക്കും പിടികൊടുക്കാത്ത ഒരാളും ഒന്നും വെളിപ്പെടുത്താത്ത ആളാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. മക്ബൂൽ മാക്സിമം പിറകെ നിൽക്കുന്ന ആളാണ്. പക്ഷേ മക്ബൂലിൻ്റെ പാട്ടില്ലാതെ ഒരു റീലും ഇന്ന് ചലിക്കില്ല എന്നുള്ളതാണ്. യൂത്തിൻ്റെ ആണെങ്കിലോ ഏത് തലമുറയുടെ ആണെങ്കിലോ അതുപോലെയാണ് മക്ബൂലിൻ്റെ ആലാപനം ഓരോന്നും. അത് മുക്കത്തെ പെണ്ണാണെങ്കിലോ അല്ലെങ്കിൽ പിന്നീട് വന്നിട്ടുള്ള ചാർലി ആണെങ്കിലോ എല്ലാം ഇല്ലേ. ഗോപി സുന്ദർ സംഗീതത്തിൻ്റെ ഒരു വലിയ ശക്തിയായിരുന്നു മക്ബൂലിൻ്റെ ശബ്ദവും മക്ബൂലിൻ്റെ വരികളും. ഒന്ന് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സൃഷ്ടാവാണ് ഈ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ മക്ബൂൽ ഇത് തമിഴിൽ അങ്കമാൾ എന്ന ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മലയാളികളുടെ ഏറ്റവും കൂടുതൽ ഒരു ഒത്തൊരുമയിൽ വന്നിട്ടുള്ളൊരു സിനിമയാണ് അങ്കമാൾ. ആ അങ്കമാളിൻ്റെ മ്യൂസിക് ഡയറക്ടർ അതിൽ പാടിയിട്ടുണ്ടോ? ഒരു പാട്ട് ഞാനാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് പാടിയ പാട്ടുകൾ ഇപ്പോൾ ഈ റീലിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പിന്നണി ഗായകനല്ലേ, മുന്നണി ഗായകനല്ലല്ലോ. അപ്പോൾ പിന്നിലല്ലേ നിൽക്കേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമയുടെ പശ്ചാത്തലത്തിലുള്ളതാണ്. പിന്നെ ഞാൻ പഠിച്ചത് സംവിധാന കലയാണ്. അപ്പോൾ സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും ആണെങ്കിലും ബാക്കിലാണ്. അത് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഒരു മ്യൂസിക്കൽ ഷോട്ട് ചെയ്തിട്ടുണ്ട്, ഓം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പിടികൊടുക്കാത്തതൊന്നുമല്ല. നമ്മളുടെ ഫിലോസഫിയായിട്ട് ചേർന്ന് വരാത്ത കുറച്ച് വർക്കുകൾ വരുമ്പോൾ നമ്മൾ പൈസ കൂടുതൽ പറയും. അപ്പോൾ അവർക്ക് അത് തരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫിലോസഫി മടക്കി പോക്കറ്റിൽ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം കാണാത്തതാണ്. ഈ ഫിലോസഫി എത്തിക്സും വിട്ടിട്ടൊരു കളിയില്ല. കളിക്കാം, കാശ് തന്നാൽ മതി.
പക്ഷെ അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് കാരണം അത് ഫിലോസഫി മടക്കി പോക്കറ്റിലിടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാശ് വരണം. എന്നാലാണ് നമുക്ക് നമുക്ക് ആരെങ്കിലും ചോദിച്ചാലും നമുക്ക് ഉത്തരം കൊടുക്കാമല്ലോ. അതെ അതെ കാരണം എനിക്ക് ഇത്ര കാശ് കിട്ടിയിരുന്നാൽ നിങ്ങളൊരു ബിരിയാണി കഴിച്ചോ എന്ന് പറയാം. അപ്പൊ അല്ലേ? അതെ അതെ അല്ലെങ്കിൽ പിന്നെ അതെന്തിനാ ചെയ്യുന്നത്? കറക്റ്റ്. നമ്മളെയും മുറിവേൽപ്പിച്ച് നമ്മുടെ കലയും മുറിവേൽപ്പിച്ച് അങ്ങനെ ഒരു കാശ് വേണ്ട. വേണ്ട, ഒന്നുകിൽ ഏതെങ്കിലും ഒന്നിനകത്ത് നല്ല ഗുണം ഉണ്ടാവണം. സന്തോഷം തന്നെ ആവണം. ഒന്നിലും തുണിയാവും അല്ലെങ്കിൽ ആഹാരം, രണ്ടും ഇല്ലാതെ അത് വല്ലാത്തൊരു ഉപമയും ഒരു ഉദാഹരണവും ഒക്കെ ആയിപ്പോയി കേട്ടാ. മക്ബൂൽ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ബഹ്റൈനിലെ ഗോപി സുന്ദർ ലൈവ് അത് 2020 നടന്നത്. അന്ന് മക്ബൂലിൻ്റെ കൂടെ ആദ്യമായിട്ടൊരു ഒരു ഷോ എനിക്ക് അവതാരകനായി നിൽക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി. പിന്നെ കോവിഡ് അതോടുകൂടി എല്ലാത്തിൻ്റെ ഒരു എന്താണ് മറ്റൊരു ഡയറക്ഷനിലേക്ക് പോയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു സ്നേഹം തുടങ്ങുന്നത്. എന്തായാലും ഇപ്പം വലിയ അഭിമാനം തോന്നുന്നത് അങ്കമാൾ എല്ലാവരും സ്ക്രീനിൽ വന്ന് കാണും. പ്ലീസ് കം വാച്ച് ദ ഫിലിം ഇൻ തിയേറ്റേഴ്സ്. കൈൻഡ് റിക്വസ്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ വെയിറ്റിംഗ് ആണ്. ഞാൻ പോയിട്ട് വരാം. നന്ദി, നമസ്കാരം.